രാഷ്ട്രീയ കേരളത്തിൻ്റെ ദിഗ്വിജയത്തിന് വേണ്ടി ഒരു പടക്കുതിരയെ വീണ്ടും കെട്ടഴിച്ചു വിടുകയാണ്. LDFിൻ്റെ കരുത്തനായ നേതാവ്, CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഈ പടക്കുതിരകളെ കെട്ടഴിച്ചു വിടുന്നത്. നാം ചോദിക്കുന്നു, ആരൊരാളുണ്ട് ഈ കുതിരയെ കെട്ടുവാൻ? ആരൊരാളുണ്ട് അതിൻ്റെ മാർഗം മുടക്കുവാൻ? കോൺഗ്രസോ BJPയോ ഒറ്റയ്ക്കോ ഒരുമിച്ചോ വന്നാലും നാം പ്രഖ്യാപിക്കുന്നു, ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ അവർക്കാവുകയില്ല. ഇതിൻ്റെ മാർഗം മുടക്കാൻ ആരെക്കൊണ്ടും ആവുകയില്ല. ഈ കുതിരകൾ ലക്ഷ്യം കാണും. LDF വിജയം കൊയ്യും. 3-ാം ഊഴം ഉറപ്പാണ്. ജനങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം, ജനങ്ങൾക്കും അറിയാം. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് സഖാക്കളെ നാം പുറപ്പെടുന്നത്. ഇവിടെ സഖാവ് പിണറായി വിജയൻ നമ്മുടെ എല്ലാം മുമ്പിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ പരിഗണനകളെല്ലാം വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ട് മനസ്സിലുണ്ടാകണം. ഈ സമരത്തിൽ നമ്മെ എതിർക്കുന്നത് കോൺഗ്രസും BJPയുമാണെന്ന് നാം പൊതുവിൽ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസും BJPയും രണ്ടല്ല, അവർ ഒന്നാണ്. രണ്ടായി ഭാവിക്കും അവർ. പക്ഷേ കാര്യം വരുമ്പോൾ രണ്ടല്ല, അവരൊന്നാണ്. 91 മുതലേ നമ്മൾ കണ്ട കാഴ്ചയാണത്. അന്നാണ് കേരളം വടകര ബേപ്പൂർ മോഡൽ കണ്ടത്. വടകരയിലും ബേപ്പൂരിലും വന്ന് കോൺഗ്രസിനും BJPക്കും സ്ഥാനാർത്ഥികൾ ഒരേ ആളുകളായിരുന്നു. അവർ പറഞ്ഞു, ശത്രു ഒന്നാണ്, അത് LDF ആണ്. ആ LDFനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി BJPയും കോൺഗ്രസും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞു. ഒന്നായി അവർ വന്നു. പക്ഷെ ജനങ്ങൾ വടകരയിലും ബേപ്പൂരിലും അവരെ പരാജയപ്പെടുത്തി വിട്ടു. പക്ഷേ കോൺഗ്രസും BJPയും പാഠം പഠിക്കുന്നില്ല. അവരപ്പോഴും ഇപ്പോഴും ഒന്നാണ്. അതേപ്പറ്റിയാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ KG മാരാർ എഴുതിയത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ. അദ്ദേഹം പറഞ്ഞു, 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും കൂടി വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മാരാർജി പരിഭവം പറയുകയാണ്, ഞങ്ങൾ BJPക്കാർ വാക്ക് പാലിച്ചു, പക്ഷേ കോൺഗ്രസ് വാക്ക് പാലിച്ചില്ല. അതുകൊണ്ട് ആ ശ്രമം പാളിപ്പോയി എന്ന്. ഇതാണ് കോൺഗ്രസ്, ഇതാണ് BJP. രണ്ടല്ല, അവർ ഒന്നാണ്. ഒന്നിച്ചു വരട്ടെ അവർ. പക്ഷേ നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, എങ്ങനെയെല്ലാം BJPയും കോൺഗ്രസും പരിശ്രമിച്ചാലും ശരി, അവിശുദ്ധമായ ആ ബന്ധത്തെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സർക്കാരിന്, ഈ LDFന് ഉറപ്പായിട്ടും ഉണ്ടാകും അതിൻ്റെ 3ാമത്തെ ഊഴമെന്ന് അറിയിക്കാൻ വേണ്ടിയും പ്രഖ്യാപിക്കാൻ വേണ്ടിയുമാണ് നമ്മുടെ ഈ യാത്രയെന്നും പോരാട്ടമെന്നും നാം തിരിച്ചറിയുന്നുണ്ട്. ഈ പോരാട്ടം അതുകൊണ്ട് വിജയിക്കേണ്ട പോരാട്ടമാണ്. വിജയം വരെയും നമുക്കാർക്കും വിശ്രമത്തെ പറ്റി ചിന്തിക്കാൻ അവകാശമില്ല. നാം രാവും പകലും ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ ഒന്നായി പോരാടും. നമ്മുടെ പോരാട്ടം നമുക്ക് വേണ്ടി മാത്രമല്ല, നാടിന് വേണ്ടി മാത്രമല്ല, ഭാവിക്ക് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ 2 വഴികളില്ല, ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയിൽ പറയുന്നു, വിജയം വിജയം. അതാണ് ലക്ഷ്യം നമ്മുടെ. ആ ലക്ഷ്യം നാം തീർച്ചയായിട്ടും നേടുക തന്നെ ചെയ്യും. ഇവിടെ പലരും പറയുന്നുണ്ട്, എന്താ വ്യത്യാസമെന്ന്. ഇടതുപക്ഷം വലതുപക്ഷം. എപ്പോഴും നമ്മുടെ പ്രത്യേകതരം മാധ്യമങ്ങൾ പറയുന്നത് രണ്ടും കണക്കാണെന്നാണ്. നാം ഇതാ വീണ്ടും പ്രഖ്യാപിക്കുന്നു, രണ്ടും കണക്കല്ല. ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നല്ല, ഒന്നാകാൻ പറ്റില്ല. ഇടതുപക്ഷം വെളിച്ചമാണ്, വലതുപക്ഷം ഇരുട്ടാണ്. അതുകൊണ്ട് അവ രണ്ടും രണ്ട് തന്നെയാണ്. അതിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞതല്ല. ഇടതുപക്ഷവും പറയുന്നു വികസനമെന്ന്, അവരും പറയുന്നു വികസനമെന്ന്. പക്ഷേ വലതുപക്ഷ വികസനത്തിൻ്റെ കാതൽ എന്താണ്? അതാണോ നമ്മുടെ വികസന മാർഗം? സഖാവ് പിണറായി വിജയൻ പറഞ്ഞല്ലോ, വലതുപക്ഷം ആ വാക്ക് പറയുമ്പോൾ, വികസനമെന്ന് പറയുമ്പോൾ മനസ്സിൽ കാണുന്നത് വൻകിടക്കാരെയാണ്, കോർപ്പറേറ്റുകളെയാണ്, അദാനി അംബാനിമാരെയാണ്. ഏറ്റവും ഒടുവിൽ അവരുടെ പുതിയ ബജറ്റും ആ കാര്യം വിളിച്ചു പറഞ്ഞു. വൻകിട കൊള്ളക്കാർക്ക് വേണ്ടി,
കോർപ്പറേറ്റ് തമ്പ്രാക്കൾക്ക് വേണ്ടി, ചൂഷകന്മാർക്ക് വേണ്ടി അവരെപ്പോഴും ഹല്ലേലൂയ പാടും. ആ നയങ്ങൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും വൻകിടക്കാർക്ക് വേണ്ടിയാണ്. അതല്ല ഇടതുപക്ഷ വികസന കാഴ്ചപ്പാടെന്ന് രാജ്യത്തിനറിയാം. നമ്മുടെ കാഴ്ചപ്പാട് മൗലികമായി വേറൊന്നാണ്. ഈ ചോദ്യം ലോകത്തെല്ലായിടത്തും ഉന്നയിക്കപ്പെടാറുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നേടുമ്പോഴാണ് വലതുപക്ഷങ്ങൾ വഴിമാറിപ്പിരിക്കുന്നത്. ചോദ്യം എന്തായിരുന്നു? ചോദ്യം ആരാണ് മുഖ്യം, എന്താണ് മുഖ്യം? അതാണ് ചോദ്യം. പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്? ജനങ്ങളാണോ വലുത്, അതോ കമ്പോളമാണോ വലുത്? ജനതാൽപര്യമാണോ അതോ ലാഭമാണോ? ഇതാണ് ചോദ്യം. ലോകത്തെവിടെയും രാഷ്ട്രീയത്തിൽ വലതുപക്ഷങ്ങൾ വേർതിരിഞ്ഞു പോയത് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോഴാണ്, അതിന് ഉത്തരം പറഞ്ഞപ്പോഴാണ്. ഇടതുപക്ഷം എവിടെയും പറയുന്നു മുഖ്യമായ സ്ഥാനം, ഒന്നാം സ്ഥാനം ജനങ്ങൾക്കാണ്, അവർക്ക് മാത്രമാണെന്ന് പറയുന്നത് നമ്മൾ.